ഒരു പണ്ഡിതനെയും കൊണ്ട് ദുആ ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല. ബസ്രയിലെ വസ്ത്രവ്യാപാരിയായ ഈ ബിസിനസ്സുകാരനെ കൊണ്ടുവന്ന് ദുആ ചെയ്യിപ്പിച്ചാൽ മതി എന്ന് ആ ആദിവാസി തന്റെ ഊരിലെ സഹപ്രവർത്തകരോട് വിളിച്ചു പറയുകയാ. എന്താ കാരണം? അയാൾക്കൊരു കഴിവുണ്ട്. യുമയ്യിസുൽ ഹലാല മിനൽ ഹറാം, ഹലാലും ഹറാമും വേർതിരിച്ചറിയുന്ന മനുഷ്യനാ. അത് വേർതിരിച്ചറിയുന്ന മനുഷ്യൻ ഈമാനുണ്ട്. അവൻ പറഞ്ഞാൽ അല്ലാഹു കേൾക്കും. ആത്മീയത എന്ന് പറയുമ്പോൾ അതിന്റെ ഒന്നാമത്തെ ആധാരം ഹലാല് മാത്രം കഴിക്കുക എന്നുള്ളതാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബുദ്ധി തരട്ടെ. ഉൾക്കൊള്ളാൻ മാത്രം നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു ഈമാൻ നിറച്ചു തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറഞ്ഞു തരുന്ന ഒരു വാഗ്മയ ചിത്രമുണ്ട്. ഹലാലിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ചെറുപ്പക്കാരന്റെ, ഒരു മനുഷ്യന്റെ കഥ പറഞ്ഞു. ഒരുപാട് കാലങ്ങൾ സഞ്ചരിച്ചുകൊണ്ട് കടന്നു വരുന്ന ഒരു തീർത്ഥാടകനാ. തീർത്ഥാടകൻ എന്ന് പറയുമ്പോ ആത്മീയമായി ബന്ധമുള്ളവൻ എന്നാണ് നമുക്ക് മനസ്സിലേക്ക് ഓടി വരിക. അതങ്ങനെ തന്നെയാ. മഹാന്മാരായ മശായിഖന്മാരൊക്കെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണല്ലോ. മൊബൈലിലെ ബാറ്ററി ഇടയ്ക്കിടെ ചാർജ് ചെയ്യുന്നത് പോലെയാണ് മഹാന്മാരെ സിയാറത്ത് ചെയ്യുന്നത്. സിയാറത്തിലൂടെ ആത്മീയമായ ഒരു തെളിച്ചം ഉണ്ടാകുമെന്നാണ് നമ്മുടെ മശായിഖന്മാരൊക്കെ നമ്മെ പഠിപ്പിക്കുന്ന, നമ്മുടെ ഉസ്താദുമാരൊക്കെ നമ്മെ ഓതി പഠിപ്പിച്ച ഒരു മഹത്തായ പാഠമാണ്. തീർത്ഥാടനം എന്ന് പറയുമ്പോ അത് ആത്മീയതയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അത് ഏതു മതത്തിലും അങ്ങനെ തന്നെയാണ്. റസൂലുള്ളാഹി പറയാണ്, ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നു, അവന് സാധാരണ തീർത്ഥാടകനല്ല. കാഞ്ഞങ്ങാട് നിന്ന് കാസർഗോഡ് തളങ്കര വരെ പോയി വരുന്ന തീർത്ഥാടകനല്ല. അതിനപ്പുറത്തേക്ക് ലോകം മുഴുവനും നടന്നുകൊണ്ട് സിയാറത്ത് ചെയ്യുന്ന മനുഷ്യനാണ്. അവനെ കണ്ടാൽ അറിയാം അവൻ എത്രയോ കിലോമീറ്റർ സഞ്ചരിച്ചു വരുന്നവനാ. മുടിയെല്ലാം ജട പിടിച്ചിരിക്കുകയാ, ദേഹമെല്ലാം പൊടിപുരണ്ടിരിക്കുകയാ, വേഷമെല്ലാം മുഷിഞ്ഞു പോയിരിക്കുകയാ. വല്ലാത്തൊരു പരുവത്തിലാണ്. അവനെ കണ്ടാൽ ആർക്കും അറിയാം അവൻ വലിയൊരു ദീർഘമായ യാത്ര കഴിഞ്ഞുകൊണ്ട് തിരിച്ചു വരുന്നവനാ. അങ്ങനെയുള്ള പരുവത്തിലുള്ള വലിയ ആത്മീയ പരിവേഷമുള്ള ഒരു തീർത്ഥാടകനാ. മാത്രമല്ല, ഫയഖൂലു യാ റബ്ബി യാ റബ്ബ്, അവന്റെ ചുണ്ടുകളിൽ നിന്ന് ഉതിർന്നു വീഴുന്നത് അശ്ലീല പദങ്ങളല്ല, വേണ്ടാത്ത വർത്തമാനങ്ങളല്ല, അരുതാത്ത വിചാരങ്ങളല്ല. അവൻ പറയുന്നത് വീൺ വാക്കുകളല്ല. ഫയഖൂലു യാ റബ്ബി യാ റബ്ബി, അല്ലാഹുവേ ലോകരക്ഷിതാവായ നാഥാ, ദിക്റാണ് ചുണ്ടിൽ നിന്ന് ഉതിർന്നു വീഴുന്നത്. കണ്ടാൽ ആർക്കും മതിപ്പ് തോന്നുന്ന വേഷമാ, ചുണ്ടിലെപ്പോഴും ദിക്റിന്റെ മന്ത്രങ്ങളാ. പക്ഷേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ബാഹ്യമായ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കള്ളത്തരം ആ മനുഷ്യന്റെ ഉള്ളിലുണ്ട്. ഫമത്അമുഹു ഹറാം, അവൻ കഴിക്കുന്ന ഭക്ഷണം ഹറാമാണ്. വമശ്റബുഹു ഹറാം, അവൻ കുടിക്കുന്ന വെള്ളം പോലും ഹറാമാണ്. ഫഗുദിയ ബിൽ ഹറാം, അവന്റെ അടിമുടി ഹറാമ് തന്നെയാണ്. കാഴ്ചക്ക് വലിയ തീർത്ഥാടകനാണ്, കേൾക്കുമ്പോൾ എപ്പോഴും അള്ളാഹുവിന്റെ മന്ത്രങ്ങളാണ് ചുണ്ടിൽ നിന്ന് നാവിൽ നിന്ന് ഉതിർന്നു വീഴുന്നത്. പക്ഷേ സംഭവം ഹലാലും ഹറാമും തിരിച്ചറിയാത്ത മനുഷ്യനാണ്. എന്ത് കിട്ടിയാലും കഴിക്കും, എന്ത് കിട്ടിയാലും കുടിക്കും, ഏത് പൈസ കിട്ടിയാലും ഒരു അന്വേഷണവും ഇല്ലാതെ സ്വീകരിക്കും. അങ്ങനെയുള്ള മനുഷ്യനാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫഅന്നാ യുസ്തജാബു ലിദാലിക, അങ്ങനെയുള്ളവർ എത്ര വലിയ ആത്മീയത നടിച്ചുകൊണ്ട് നടന്നാലും കാര്യമില്ല, അവരുടെ ദുആ അല്ലാഹു സ്വീകരിക്കുകയില്ല. അവര് പുഴ പോലെ, ചന്ദ്രഗിരി പുഴ പോലെ ഒഴുകുന്ന കണ്ണുനീർ തുള്ളികളെ സാക്ഷി നിർത്തിയിട്ട് ദുആ ചെയ്താലും ആകാശ ലോകത്തിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും ഭൂമിയിലേക്ക് ഉറ്റു വീഴൂല. അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. ഫഅന്നാ യുസ്തജാബു ലിദാലിക, അങ്ങനെയുള്ളവർ ദുആ ചെയ്താൽ ഉത്തരം നൽകാൻ മാത്രം ഭോഷനല്ല, വിഡ്ഢിയല്ല അല്ലാഹു തആല എന്ന് മുഹമ്മദ് മുസ്തഫ. ഈമാനിന്റെ ആധാരം ഹലാലും ഹറാമും വേർതിരിച്ചറിയല. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അന്ത്യനാള് വരുമ്പോ ലാ യുബാരിൽ മർഉ മാ അഖദ,
ഭക്ഷണത്തെക്കുറിച്ച് ഒരുപാട് ഡിമാൻഡുകൾ പറയുന്ന അതേ മനുഷ്യൻ ഒരു കാര്യം ആലോചിക്കുകയില്ല, ഒരു കാര്യം ചിന്തിക്കുകയില്ല. ലാ യുബാലിൽ മർഉ മാ അഖദ മിനൽ ഹലാലി അം മിനൽ ഹറാം. ഹലാലോ ഹറാമോ അത് മാത്രം ചോദിക്കൂല. മധുരത്തെക്കുറിച്ച് ചിന്തിക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കും. പക്ഷെ ഒരു കാര്യം ചിന്തിക്കൂല, ഹലാലോ ഹറാമോ എന്ന് ചിന്തിക്കുകയില്ല. ഒരു തമാശ പറയാറുണ്ട്. ഒരാൾ ഹോട്ടലിൽ കയറിയിട്ട് പരിചയമില്ലാത്ത നാട്ടിൽ ചെന്ന് മുതലാളിയോട് ചോദിക്കുക, ഇവിടത്തെ ചിക്കൻ ഹലാലാണോ? ഉടനെ ആള് പറഞ്ഞു, ചിക്കനൊക്കെ ഹലാലായ കട്ട് തന്നെയാ, പക്ഷേ നിങ്ങൾ എനിക്ക് തരാൻ പോകുന്ന കാശ് അത് ഹലാലാണോ ഹറാമാണോ? അപ്പോഴാണ് ചിന്തിച്ചത് ചിക്കൻ മാത്രല്ല ഹലാൽ. ചില ആളുകളൊക്കെ വിചാരിച്ചത് ഹലാൽ എന്ന് പറഞ്ഞ സംഭവം അത് ചിക്കനുമായി ബന്ധപ്പെട്ട എന്തൊരു സംഭവം എന്നുള്ളതാണ്. അല്ലെ, അജിനാമോട്ടോ എന്നൊക്കെ പറഞ്ഞ പോലെ ഹോട്ടലിലെ ഭക്ഷണത്തുമായി ബന്ധപ്പെട്ട എന്തോ സംഭവമാണ് ഈ ഹലാൽ എന്ന്. അതുകൊണ്ടാണ് ചില ആൾക്കാർ ഒന്നും മനസ്സിലാക്കാതെ ഹലാൽ ചിക്കൻ എന്നൊക്കെ വലിയ ബോർഡ് വെക്കുന്നത്. അവർക്ക് പോലും അറിഞ്ഞൂടെ എന്താ ഈ ഹലാൽ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്റെ സഹോദരങ്ങളെ, ആത്മീയതയാണ് നമ്മുടെ വിഷയം. ആത്മീയതയുടെ ഒന്നാമത്തെ കാര്യം ഹലാൽ ഭക്ഷിക്കുക എന്നതാണ്. ഇനി രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആത്മീയമായ ഉയർച്ചയുള്ള ഒരു മനുഷ്യന്റെ രണ്ടാമത്തെ ലക്ഷണം എന്താ? അർറിദാ മിനൽ ജലീൽ. എന്തു ചെയ്യുമ്പോഴും അവന്റെ മനസ്സിലൊരു നിയ്യത്തുണ്ട്. പള്ളി കെട്ടുകയാണ്, മദ്രസയുണ്ടാക്കുകയാണ്, പ്രസംഗിക്കുകയാണ്, വഅള് കേൾക്കുകയാണ്, സംഭാവന കൊടുക്കുകയാണ്, കുടുംബ ജീവിതം നയിക്കുകയാണ്. ജീവിതത്തിന്റെ എന്തേതു കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരു മനുഷ്യന്റെ മനസ്സിലേക്കാണ് പടച്ച റബ്ബ് നോക്കുന്നത്. അർറിദാ മിനൽ ജലീൽ. അവൻ പ്രതീക്ഷിക്കുന്നത് പടച്ച റബ്ബിന്റെ തൃപ്തിയാണോ, അല്ലാഹുവിന്റെ പൊരുത്തമാണോ? എങ്കിൽ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. നല്ല നിയ്യത്തുള്ള മുത്തഖീങ്ങളുടെ ഇബാദത്താണ് അല്ലാഹു സ്വീകരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തുടർന്ന് ഒരുപാട് സ്വഹാബികള് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു വന്നു. മക്കയിൽ നിന്ന് മദീനത്തേക്ക് പോവാ എന്ന് പറയുമ്പോ നമ്മുടെ മനോമുഖരത്തിലേക്ക് ഓടി വരുന്നത് നമ്മൾ പോകുന്ന സംഭവങ്ങളാണ്. ലക്ഷറി ബസ്സിൽ ഇങ്ങനെ മലർന്ന് കിടന്നിട്ട് ബസ് പുറപ്പെട്ടോന്ന് അറിയില്ല, നിർത്തിയോന്ന് അറിയില്ല, പോകുന്നുണ്ടോന്ന് അറിയില്ല. അത്രയും സമൃദ്ധമായി ലക്ഷറി ആയിട്ട് യാത്ര ചെയ്താണ് നമ്മൾ ഇന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നത്. അല്ലേ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാന്ന് പറയുമ്പോ വാജ്പേയി വിമാനത്താവളത്തിൽ നിന്ന് റിയാദ് ഇന്റർനാഷണൽ വിമാനത്താവളത്തിലേക്ക് പറക്കുന്നത് പോലെ വളരെ സന്തോഷമുള്ള സമാധാനമുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കരുത്. മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്ര അത് ജീവനും കൊണ്ടുള്ള ഓട്ടമാണ്. ഇന്നലെ വരെ ഒരേ ബെഡിൽ കിടന്നുറങ്ങിയ ആളുകൾ, ഒരേ മേൽക്കൂരയുടെ താഴെ ഉറങ്ങിയ ആളുകൾ, ഒരേ വാഹനത്തിൽ സഞ്ചരിച്ച ആളുകൾ വ്യത്യസ്ത ഇടങ്ങളിലേക്ക് ചിതറിത്തെറിച്ചു പോയ യാത്രയാണ് മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്ര. അറിയുമോ, അബൂ സലമ അവരുടെ ഭാര്യയായ ഉമ്മു സലമ, 2 വയസ്സു മാത്രം പ്രായമുള്ള കുഞ്ഞുവാവ, ആ 3 പേരും രാത്രി കിടന്നുറങ്ങുന്നത് ഒരേ ബെഡിലാണ്, ഒരേ മേൽക്കൂരക്കു താഴെയാണ്. രാവിലെ പുറപ്പെടുകയാണ് മദീനയിലേക്ക് ഒരേ ഒട്ടകത്തിന്റെ പുറത്ത്. മക്കയുടെ അതിർത്തി എത്തിയിട്ടില്ല. അപ്പോഴേക്ക് 2 ഗോത്രങ്ങൾ ചാടി വീഴുകയാണ്. ഒന്ന് അബൂ സലമയുടെ കൂട്ടുകാർ, മറ്റൊന്ന് ഉമ്മു സലമയുടെ ആളുകൾ. 2 പേരും വന്നിട്ട് ഈ സംഘത്തെ തടഞ്ഞു വെച്ചു. എന്നിട്ട് പറഞ്ഞു, അബൂ സലമ നിനക്ക് പോകാം, നീ പ്രായപൂർത്തിയുള്ള മനുഷ്യനാണ്, ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ളവനാ, നിനക്ക് മതം മാറാം, ഏതൊരാളെ കൂടെയും കൂടാം, ഏത് നാട്ടിലും പോയിട്ട് തെണ്ടിത്തിരിഞ്ഞ് ജീവിക്കാം, നിനക്കതൊക്കെ ആവാം. പക്ഷേ ഉമ്മു സലമ അത് ഞങ്ങളുടെ കൂടെ സ്വത്താണ്. ഉമ്മു സലമ എന്ന് പറയുന്ന പെൺകുട്ടിയെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ വേണ്ടിയാ നിന്റെ കൂടെ പറഞ്ഞയച്ചത്. അവള് ഞങ്ങളുടെ കൂടെ സ്വത്താണ്. അതുകൊണ്ട് അവളെ മതം മാറ്റാൻ സമ്മതിക്കുകയില്ല, അവളെ തെണ്ടിത്തിരിയാൻ കൊണ്ടുപോകാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയെ അവരുടെ
കുടുംബങ്ങൾ വന്നുകൊണ്ട് പറിച്ചുകൊണ്ട് പോവുകയാ. ഉമ്മു സലമയുടെ മാറിടത്തിൽ കിടന്ന് അമ്മിഞ്ഞപ്പാല് മൊത്തിക്കുടിച്ച് കരയുന്ന ഒരു കുഞ്ഞുപാവയുണ്ട്. അബൂ സലമയുടെ കുടുംബങ്ങൾ വന്ന് ഉമ്മു സലമയുടെ മാറിടത്തിൽ നിന്ന് ആ കുഞ്ഞിനെ വലിച്ചെടുത്തുകൊണ്ട് പറയുകയാണ്, ഉമ്മു സലമ, നിന്റെ ഭർത്താവിന് വേണമെങ്കിൽ നാട് വിട്ടുപോകാം, പക്ഷേ അബൂ സലമ നഷ്ടപ്പെട്ടാലും ഈ കുഞ്ഞുവാവ നഷ്ടപ്പെടാൻ പാടില്ല. അവൻ ഞങ്ങളുടെ തറവാടിന്റെ സ്വത്താ. അവൻ വളരേണ്ടത് ഞങ്ങളുടെ ഇടയില. അവന്റെ മനസ്സിൽ വരേണ്ടത് ഞങ്ങളുടെ ആദർശമാണ്. അതുകൊണ്ട് കുഞ്ഞുവാവയെ ഞങ്ങൾ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് മാതാവിന്റെ മാറിടത്തിൽ പറ്റിച്ചേർന്ന് കിടന്ന് അമ്മിഞ്ഞപ്പാല് മൊത്തിക്കുടിക്കുന്ന പാവപ്പെട്ട കുഞ്ഞു കിടാവിനെ ഒരു പരുന്ത് കോഴിക്കുഞ്ഞിനെ റാഞ്ചിയെടുക്കുന്ന ലാഘവത്തോടെ കൊത്തിപ്പറിച്ചെടുത്തുകൊണ്ട് അബൂ സലമയുടെ കുടുംബങ്ങൾ കൊണ്ടുപോവുകയാ. ആലോചിച്ചു നോക്കൂ, ഇന്നലെ രാത്രി ഒരേ കിടക്കയിൽ ഒരുമിച്ച് കൊണ്ട് കിടന്നുറങ്ങിയ ആളുകളാ, ഒരേ മേൽക്കൂരക്ക് താഴെ കാറ്റുകൊണ്ട് കിടന്നവരാ. ഇന്നു രാവിലെ ഒരേ വാഹനത്തിന്റെ മുകളിൽ കയറിയിട്ട് വലിയ ഒരു ലക്ഷ്യത്തിലേക്ക് യാത്ര പുറപ്പെട്ടവരാ. പക്ഷെ എന്താണ് സംഭവിക്കുന്നത്? 3 പേരും 3 ഇടങ്ങളിലേക്ക് ചിതറിത്തെറിക്കുകയാണ്. പിതാവ് ഒരു ഭാഗത്ത്, മാതാവ് മറ്റൊരു ഭാഗത്ത്, 2 വയസ്സുള്ള കുഞ്ഞുവാവ മൂന്നാമതൊരു ഭാഗത്ത്. ജീവിതം ചിതറിത്തെറിക്കുകയാണ്. സുഹൈബ് റൂമി എന്ന് പറയുന്ന വലിയ ഒരു സഹാബി, വലിയ ഒരു മനുഷ്യൻ, ചുവന്ന് തൊടുത്ത് സൗന്ദര്യത്തിന്റെ പ്രതീകമായ സമ്പന്നനായ ഒരു മനുഷ്യൻ, വലിയ പണക്കിഴിയും കയ്യിലെടുത്തുകൊണ്ട് മദീനയിലേക്ക് പോവാ. അതിർത്തിയിലെ ഒരു കുന്നിൻ പുറത്തു വെച്ച് മക്കക്കാര് തടഞ്ഞു വെച്ചിട്ട് പറഞ്ഞു, സുഹൈബേ, നീ ഇവിടെ വരുമ്പോൾ, സുഹൈബ് റൂമിയാണ്, റോമക്കാരനായ ഒരു അടിമയാണ്, നല്ല നിറമുള്ള, കാണാൻ ചന്തമുള്ള ലക്ഷണമൊത്തൊരടിമയാണ്. നിന്റെ കയ്യിൽ ഒരു നയാ പൈസ ഇല്ല, ഒരു ചില്ലിക്കാശില്ല, നീ ഒരു അടിമയായിരുന്നു. ഞങ്ങളാണ് നിന്നെ മോചിപ്പിച്ചത്, അങ്ങനെയാണ് നീ കച്ചവടം തുടങ്ങിയത്, എന്നിട്ടാണ് നീ വലിയ വ്യാപാരിയും വ്യവസായം ഒക്കെയായി വളർന്നത്. ഞങ്ങൾ നിന്റെ കടയിൽ വന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോയത് കൊണ്ടാ, ഞങ്ങൾ കൃത്യമായി വില തന്നതുകൊണ്ടാണ് ഇന്ന് ഈ കാണുന്ന രൂപത്തിൽ ഒരു മില്യണേറായി നീ വളരാനുണ്ടായ കാരണം. അതുകൊണ്ട് നീ വേണമെങ്കിൽ പോയിക്കോ, നിന്റെ സമ്പത്ത് കൊണ്ടുപോകാൻ പാടില്ല, അത് മക്കയുടെ സമ്പത്താണ്. സുഹൈബ് റൂമി പറഞ്ഞു, എന്റെ ആവനാഴിയിൽ ഒരുപാട് അമ്പുകളുണ്ട്, എന്റെ വില്ലുകുളച്ചുകൊണ്ട് ഞാനെങ്ങാനും അമ്പയ്യാൻ തുടങ്ങിയാൽ നിങ്ങളുടെ മാറിടത്തിലേക്ക് തന്നെ വന്ന് തറക്കുമെന്ന് എനിക്കറിയാം. നിങ്ങളൊക്കെ ചിറകരിഞ്ഞ് വീഴുന്ന പക്ഷികളെ പോലെ ചിറകറ്റ് വീഴുമെന്നറിയാം. പക്ഷേ സമ്പത്തിന് വേണ്ടി ഒരു യുദ്ധം ചെയ്യാനുള്ള മാനസികാവസ്ഥ, ആ മാനസികാവസ്ഥയിലല്ല ഇന്ന് ഞാനുള്ളത്. ഞാൻ വില്ല് കുലച്ചിട്ട് അമ്പെയ്താൽ നിങ്ങളൊക്കെ മരിച്ചു വീഴുമെന്ന് എനിക്കറിയാം. പക്ഷേ സമ്പത്തിന് വേണ്ടി യുദ്ധം ചെയ്യാനുള്ള മാനസികാവസ്ഥയിലല്ല ഇന്ന് ഞാനുള്ളത്. അതുകൊണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്റെ കയ്യിലിരിക്കുന്ന ഈ സമ്പത്തിന്റെ കിഴി ഞാൻ നിങ്ങൾക്ക് എറിഞ്ഞു തന്നാൽ നിങ്ങൾ എന്നെ പോകാൻ സമ്മതിക്കുമോ? ആളുകൾ പറഞ്ഞു, സമ്മതമാണ് സുഹൈബേ, 100 പ്രാവശ്യം സമ്മതമാണ്. മഹാനായ സുഹൈബ് റൂമി റളിയല്ലാഹു തആല അൻഹു വർഷങ്ങൾ അധ്വാനിച്ചുകൊണ്ട് വിയർപ്പൊഴുക്കി കഷ്ടപ്പെട്ട് നേടിയുണ്ടാക്കിയ ആ സാമ്പത്തികമായ കിഴി മുഴുവനും മക്കയിലെ ദുഷ്ടന്മാരായ തമ്മാടികളുടെ ഇടയിലേക്ക് ഒരു പൊൽക്കൊടി എറിയുന്നത് പോലെ, വൈക്കോൽ തുരുമ്പ് എറിയുന്നത് പോലെ എറിഞ്ഞു കൊടുത്തിട്ട് സമാധാനത്തോടുകൂടെ പോവുകയാണ്. സമ്പത്ത് ഉപേക്ഷിച്ചുകൊണ്ടുള്ള യാത്രയാ, കുട്ടികളെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള യാത്രയാ, കുടുംബത്തെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള യാത്രയാ, ജീവനും കൊണ്ടുപോകുന്ന ഓട്ടമാണ്. ആ ജീവിതത്തിലെ ഏറ്റവും വലിയ ത്യാഗോജ്വലമായ അധ്യായം പിറന്ന് മദീനയിൽ വന്ന് നിൽക്കുന്ന സ്വഹാബ, അവർ കൂണില്ല, ഉറക്കമില്ല, കയറിക്കിടക്കാൻ കിടപ്പാടമില്ല, വെയിൽ നാളങ്ങളും മഴച്ചാറലുകളും ഒരുപോലെ വന്നു വീടുന്ന ചെറിയ ഒരു ചെറ്റപ്പുര പോലും സ്വന്തമെന്ന് പറയാനില്ല. സ്വന്തമെന്ന് പറയാൻ ഉള്ളിൽ കത്തിച്ചു വെച്ച ഈമാനിന്റെ കൈത്തരിയല്ലാതെ മറ്റൊന്നുമില്ല. ആ സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പ്രസംഗിക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. സ്വഹാബ വലിയ ത്യാഗം ചെയ്തു എന്ന് വിചാരിച്ച് ഊറ്റം കൊള്ളരുത്, രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കരുത്. നിയ്യത്തിനെ കുറിച്ച് ചിന്തിക്കണം. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വരുമ്പോ നിങ്ങളുടെ ലക്ഷ്യം എന്താ? നാളെ മുഹാജിരിങ്ങളുടെ പേരിൽ ഒരു പെൻഷൻ സർക്കാരിൽ നിന്ന് കിട്ടണമെന്ന് മോഹിച്ചുകൊണ്ടാണോ മക്കയിൽ നിന്ന് മദീനയിലേക്ക്? ഇപ്പോഴുണ്ടല്ലോ സ്വാതന്ത്ര്യ സമര സേനാനി പെൻഷന് വേണ്ടി നടക്കുന്ന ആള്. സ്വാതന്ത്ര്യ സമരമൊക്കെ നടന്നിട്ട് എത്ര കൊല്ലായി? ഇപ്പോഴുണ്ടല്ലോ സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ നമ്മുടെ നാട്ടിൽ.
അല്ലേ? അതുപോലെ മുഹാജിറിന്റെ പെൻഷൻ വാങ്ങാൻ വേണ്ടിയാണോ വന്നത്? ദുനിയാവിന് വേണ്ടി വന്നാൽ ആ പെൻഷന് മാത്രമേ കിട്ടുകയുള്ളൂ, അല്ലാഹുവിൽ നിന്ന് കൂലി കിട്ടൂല. അതുകൊണ്ട് ദീനുമായി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഓടി വന്നതാണെങ്കിലും നിയ്യത്ത് നന്നാക്കണേ സ്വഹാബ, ഇത് പടച്ചറപ്പിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രമാണെന്ന് ഖൽബിൽ ഉറപ്പിക്കണേ സ്വഹാബ. കോടിക്കണക്കായ രൂപ മുടക്കിയിട്ട് മനോഹരമായ ഒരു പള്ളി വെച്ച് അതിന്റെ ഉദ്ഘാടനത്തിന്റെ മുഹൂർത്തത്തിൽ ആനന്ദാതിരേകത്തോടെ ഇവിടെ ഇരിക്കുന്ന എന്റെ മുത്തു മുഅ്മിനീങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ വിനയത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, ഈ സമയത്ത് കേവലമായ സന്തോഷമല്ല, പണിയെല്ലാം അവസാനിച്ചല്ലോ എന്ന ആഹ്ലാദമല്ല, അതിനപ്പുറത്ത് നമ്മുടെ നിയ്യത്തിനെ അല്ലാഹുവിന്റെ പൊരുത്തത്തിലേക്ക് തിരിച്ചു വെക്കാനുള്ള ഒരു ബുദ്ധി നമ്മൾ കാണിക്കേണ്ടതുണ്ട്. അതെന്തിനാ പറയുന്നത്? നിങ്ങളോട് വൈരം ഉണ്ടായിട്ടോ വിദ്വേഷം ഉണ്ടായിട്ടോ അല്ല, അങ്ങേയറ്റത്തെ സ്നേഹം കൊണ്ട് പറയുകയാണ്. നിങ്ങൾ നൽകിയ ഒരു പൈസ പോലും നഷ്ടപ്പെടാൻ പാടില്ല, നിങ്ങൾ ഒഴുക്കിയ ഒരു വിയർപ്പ് തുള്ളി പോലും നാളെ പരലോകത്ത് നഷ്ടപ്പെടാൻ പാടില്ല എന്ന ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടായതുകൊണ്ട് പറയാ, കൊടുത്ത ഓരോ സംഖ്യയും പ്രവർത്തിച്ച ഓരോ സെക്കൻഡും അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടണമെന്ന നിയ്യത്തിലായിരിക്കാൻ നല്ലൊരു നിയ്യത്ത് ഈ സമയത്ത് നമ്മൾ വെക്കുക. അള്ളാഹുവിന്റെ പൊരുത്തം അള്ളാഹു വേണ്ടതുപോലെ നൽകുമാറാവട്ടെ. ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർക്കെല്ലാം പടച്ച തമ്പുരാന്റെ റിള അള്ളാഹു തആല നൽകുമാറാവട്ടെ. അതായിരിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നിയ്യത്ത്. അതല്ലെങ്കിൽ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. മഹാനായ തഴവ ഉസ്താദിന്റെ വളരെ മനോഹരമായ ഒരു വരികൾ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഓർത്തു പോവുകയാണ്. വിജയം നീനക്കാ മുഖ്ലിസാനി എങ്കിലേ ഇബ്ലീസ് പോലും തോറ്റു വീഴും മുന്നിലേ. ഏതൊരു കർമ്മം കൊണ്ടും ലോകത്ത് വിജയിക്കാൻ മോഹമുണ്ടോ? എല്ലാം അള്ളാഹുവിന് വേണ്ടി ചെയ്യുകയാണ് വേണ്ടത്. അള്ളാഹുവിന് വേണ്ടി ചെയ്ത ആളുകളുടെ ലക്ഷണം എന്താണെന്നറിയുമോ? അത് അള്ളാഹു തആല പറഞ്ഞു തന്നു. വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈതി വഇസ്മാഈൽ. കഅബാലയം പണിതു കേവലമായ ഒരു പള്ളിയല്ല, ലോകത്തുള്ള സത്യവിശ്വാസികളുടെ അഭയസ്ഥാനമായ കഅബ, കോടാനുകോടി മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിന്റെ ആവേശമായ കഅബ, ജീവിതത്തിൽ ആദ്യമായി കാണുന്ന മാത്രയിൽ കണ്ണുനീർ കുടങ്ങൾ സൃഷ്ടിക്കുന്ന കഅബ, ആ കഅബാലയം പണിതുപോയ സന്ദർഭത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ജോലിയെടുത്തവരുടെ ലക്ഷണം വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈതി വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ, ഞങ്ങളുടെ നിയ്യത്തുകൾ അറിയുന്നത് നീയാണ്, ഞങ്ങളുടെ നാവ് കൊണ്ട് പറയുന്ന വർത്തമാനങ്ങൾ രഹസ്യവും പരസ്യവും അറിയുന്നത് നീയാണ്. നീ ഇത് സ്വീകരിക്കണമേ നാഥാ, കബൂലാക്കണമേ നാഥാ. നിസ്കാരം കഴിഞ്ഞുകൊണ്ട് ഓടിപ്പോകുന്ന ഒരു മനുഷ്യൻ, കൃത്യമായി നിസ്കരിക്കുന്ന ആളാ, പക്ഷെ നിസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുവേ ഈ നിസ്കാരം എന്നിൽ നിന്ന് സ്വീകരിക്കണമേ എന്ന് പറയാൻ അവന് ഒഴിവില്ലെങ്കിൽ അതിന്റെ അർത്ഥം അവന്റെ നിസ്കാരം മറ്റെന്തിനോ വേണ്ടിയാണ്. ശരിക്കും മനസ്സിലാക്കണം എന്റെ ചെറുപ്പക്കാരെ. കൃത്യമായിട്ട് ഒരാൾ നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ നിസ്കാരം കഴിഞ്ഞൊരു സെക്കൻഡ് പോലും അവൻ ഇരിക്കൂല, അവൻ എഴുന്നേറ്റ് ഓടും. അപ്പൊ മനസ്സിലാക്കണം അവന്റെ നിസ്കാരത്തിന് എന്തോ കുഴപ്പമുണ്ട്. കാരണം അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്തവർക്ക് ബേജാറ് കാണും. അവർ അള്ളാഹുവിനോട് ഏറ്റവും ചുരുങ്ങിയത് അള്ളാഹുവേ നീ ഇത് സ്വീകരിക്കണമേ എന്നെങ്കിലും പറയും. അള്ളാഹു നമുക്ക് ഈ ഒരു മാതൃക തുടരാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ നിസ്കരിച്ചാലോ പള്ളി കയറ്റിയാലോ എന്ത് നന്മ ചെയ്താലും വേണ്ടില്ല, ഉടനെ നമ്മൾ അള്ളാഹുവോട് പറയണം റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ആ ദുആ ഏത് കാര്യം ചെയ്താലും പതിവാക്കിയാൽ നമ്മൾ രക്ഷപ്പെടും. ആലോചിച്ച് നോക്ക്, എന്ത് ചെയ്താലും നമ്മൾ അള്ളാഹുവോട് പറയാം അള്ളാഹുവേ ഇത് സ്വീകരിക്കണമേ, എങ്കിൽ നമ്മൾ നല്ലവരായി മാറും. കാരണം എന്താ? ബീവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റിന് മുമ്പിൽ ക്യൂ നിൽക്കുമ്പോ നമുക്ക് പറയാൻ പറ്റും അള്ളാഹുവേ ഞാൻ മണിക്കൂറുകളായ ഒരു അക്ഷരം പോലും മിണ്ടാതെ അതോടുകൂടെ ഇവിടെ ക്യൂ നിൽക്കുന്നു, ഒന്ന് സ്വീകരിക്കണമേ നാഥാ പറയാൻ പറ്റും.
കള്ളൊരൺസ് മോന്തിയിട്ട് അള്ളാഹിനോട് പറയാൻ പറ്റുമോ, അല്ലാഹുവേ ഞാൻ കള്ള് കുടിച്ചിട്ട് നിനക്ക് വേണ്ടിയാ സ്വീകരിക്കണമേ. അപ്പൊ ഏത് കാര്യം ചെയ്താലും സ്വീകരിക്കണമേ എന്ന് റബ്ബിനോട് പറയും എന്ന് തീരുമാനിച്ചാൽ നമുക്ക് കള്ളു കുടിക്കാൻ പറ്റൂല, പലിശ വാങ്ങാൻ പറ്റൂല, വ്യഭിചരിക്കാൻ കഴിയുകയില്ല, ഒരു തെറ്റും നമ്മുടെ ജീവിതത്തിൽ വരികയില്ല. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ഇഖ്ലാസില്ലാതെ ഈ ലോകത്ത് രക്ഷയില്ല. തഅ്വാ ഉസ്താദിന്റെ വരികളിലേക്ക് തിരിച്ചു വരാം. അദ്ദേഹം പറയുകയാണ്, മഹാനായ തഅ്വാ ഉസ്താദ് തന്റെ അൽ മവാഹിബുൽ ജലിയയിൽ പറയുന്നു, അകം ശുദ്ധിയാക്കാതെ പുറം മിനുക്കേണ്ട, തണ്ടാസിനുള്ളൊരു ശൈലി നീ എടുക്കേണ്ട. നമ്മുടെയൊക്കെ വീട് വെക്കുമ്പോ ഒരു പക്ഷേ ഏറ്റവും കാശ് ചെലവഴിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ മോടി പിടിപ്പിച്ച ഭാഗം അതിന്റെ ബാത്റൂം ആയിരിക്കാം. ബാത്റൂമിലെ ടൈല് അത് 1.5 ടൈലായിരിക്കണം എന്ന് വീട് വെക്കുമ്പോ നമുക്കൊരു മോഹമുണ്ട് അല്ലേ? ചില വീടിലൊക്കെ ചെന്നാൽ ബാക്കിയെല്ലാം വെയിറ്റ് ആയിരിക്കും, പക്ഷെ കളർഫുൾ ആയിട്ടുള്ള ടൈല് വെച്ചിട്ടുള്ളത് ബാത്റൂമിന്റെ ഉള്ളിലാണ്. ബാത്റൂമിന്റെ ചുമരും ബാത്റൂമിന്റെ ഗ്രൗണ്ടും എല്ലാം വളരെ മനോഹരമാണ്. പക്ഷെ ഇന്ന് വയല് കഴിഞ്ഞിട്ട് ചെല്ലുമ്പോ നമ്മുടെ ഉമ്മ നമ്മളോട് പറയാം, മോനെ ഇന്ന് നീ ബാത്റൂമിൽ പോയി ഉറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മോനത് കേൾക്കും? എന്താ കേൾക്കാത്തത്? മനോഹരമായ ടൈല് പതിപ്പിച്ചു വെച്ചിട്ടുണ്ട്, ലക്ഷങ്ങൾ വില വരുന്ന ക്ലോസറ്റും സംവിധാനങ്ങളും, ചൂടുവെള്ളവും തണുത്ത വെള്ളവും രണ്ടും മിക്സ് ആയിട്ടുള്ളതൊക്കെ വരുന്ന സംവിധാനമുണ്ട്. പക്ഷെ എന്നാലും ബാത്റൂമിൽ പോയി കിടന്നുറങ്ങാൻ പറഞ്ഞാൽ നമ്മൾ ആരും സമ്മതിക്കൂല. എന്താ കാരണം? ബാത്റൂമിന്റെ സൗന്ദര്യം അതിന്റെ പുറത്തു മാത്രമാണ്. അതിന്റെ അകത്തുള്ളത് അശണ്ടകളാണ്, അതിന്റെ അകത്തുള്ളത് അമേദ്യമാണ്, ഉച്ഛിഷ്ടങ്ങളാണ്, അവശിഷ്ടങ്ങളാണെന്ന ബോധമുണ്ട്. തഅ്വാ ഉസ്താദ് പറയുകയാണ്, നമ്മുടെ ബാഹ്യമായ വേഷവിധാനങ്ങളല്ല, നമ്മുടെ വാക്കിന്റെ ചാതുരിയിലേക്കല്ല, ഫഇന്നമാ യൻദുറുല്ലാഹു ഇലാ ഖുലൂബിക്കും, അല്ലാഹു നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്, ഖൽബിലേക്കാണ്, നമ്മുടെ നിയ്യത്താണ് പടച്ച തമ്പുരാൻ പരിഗണിക്കുന്നത്. ഈമാനുള്ളവരെ കേൾക്കുക, ഈമാനിന്റെ രണ്ടാമത്തെ ആധാരം എന്താ? അർറിദാ മിനൽ ജലീൽ. ചെയ്യുന്നത് മുഴുവനും അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്യുന്ന ഇഖ്ലാസാണ്, ആത്മാർത്ഥതയാണ്. അള്ളാഹു നമ്മെ മുഖ്ലിസീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈമാനിന്റെ മൂന്നാമത്തെ ആധാരം കൂടി പറഞ്ഞ് ഈ പ്രസംഗം അവസാനിപ്പിച്ചുകൊണ്ട് ദുആയോടുകൂടെ നമുക്ക് പിരിഞ്ഞു പോകാം. ഈമാനിന്റെ മൂന്നാമത്തെ ആധാരം ഇത്തിബാഉർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യ പിൻപറ്റല. ഉമ്മത്തിന് മുഴുവനും പ്രതീക്ഷ നൽകുന്ന സന്തോഷത്തിന്റെ ഒരു വർത്തമാനം പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന. എന്റെ ഉമ്മത്തിലുള്ള മുഴുവൻ ആളുകളും സ്വർഗത്തിലാണ്. എന്തൊരു സന്തോഷമുള്ള വർത്തമാനമാ, എന്തൊരു ആഹ്ലാദം തരുന്ന വാക്കുകളാ. കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന. ഈ ഉമ്മത്തിലുള്ള മുഴുവൻ ആളുകളും സ്വർഗത്തിലാ. അള്ളാഹു നമ്മെ സ്വർഗത്തിൽ കടത്തട്ടെ, അള്ളാഹു നമ്മെ സ്വർഗത്തിൽ കടത്തട്ടെ, അള്ളാഹു നമ്മെ സ്വർഗത്തിൽ കടത്തട്ടെ. എന്താ ആമീൻ പറയാൻ ആവേശമില്ലാത്തത്? 3 വട്ടം എല്ലാ ദിവസവും ഒരാൾ അള്ളാഹുവേ എന്നെ സ്വർഗത്തിൽ കടത്തണമേ എന്ന് ദുആ ചെയ്താൽ വജബത്ത് ലഹുൽ ജന്ന, അവൻ സ്വർഗത്തിൽ കടക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇന്ന് മാത്രമല്ല, എല്ലാ ദിവസവും നമ്മൾ പതിവാക്കേണ്ടതാ 3 വട്ടം അള്ളാഹിനോട് സ്വർഗം ചോദിക്കും. ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 3 വട്ടമെങ്കിലും അള്ളാഹിനോട് സ്വർഗം ചോദിച്ചാൽ അള്ളാഹു സ്വർഗം തരുന്നു. മാത്രമല്ല, സ്വർഗത്തിന് വാശിയ നമ്മളത് കൊണ്ടുപോകണം. കാലത്തിൽ ജന്ന, സഹീഹുൽ ബുഖാരിയുടെ ഹദീസാ. ഓരോ ദിവസവും നമ്മൾ അള്ളാഹിനോട് സ്വർഗം ചോദിച്ച് 3 വട്ടം പ്രാർത്ഥിച്ചാൽ കാലത്തിൽ ജന്ന, സ്വർഗം അള്ളാഹുവിനോട് പറയുമത്രേ, അല്ലാഹുമ്മ അദ്ഖിൽഹു ഫിയാ. അല്ലാഹുവേ, ആ മനുഷ്യൻ എന്നോട് വലിയ മോഹമാ, ഏത് സമയത്തും എന്നെ കുറിച്ച് പറയുന്നവനാ, ആഗ്രഹത്തോടെ എന്നിലേക്ക് പ്രവേശിക്കാൻ ദാഹിക്കുന്ന ഹൃദയത്തിന്റെ ഉടമയാ. അല്ലാഹുമ്മ അദ്ഖിൽഹു ഫിയാ. അതുകൊണ്ട് ആ മനുഷ്യനെ എനിക്ക് തന്നെ തരണമേ തമ്പുരാനെ എന്ന് സ്വർഗം അള്ളാഹുവിനോട് പറയുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി. അള്ളാഹു നമ്മെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. എന്റെ സഹോദരങ്ങളെ, ഈ ഉമ്മത്തിലുള്ള മുഴുവൻ ആളുകളും സ്വർഗത്തിൽ പോകും. റസൂൽ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇല്ലാ മൻ നബ, എനിക്ക് വേണ്ട,
എനിക്ക് വേണ്ട, എനിക്ക് സ്വർഗത്തോട് യാതൊരു താല്പര്യമില്ല, എനിക്ക് സ്വർഗം എന്ന് പറയുമ്പോൾ അലർജിയാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ നിർബന്ധിച്ചുകൊണ്ട് അവനെ സ്വർഗത്തിൽ അള്ളാഹു കടത്തൂല എന്നേ ഉള്ളൂ റസൂലുള്ളാഹിന്റെ ഹദീസാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലാമൻ അബാ, സ്വർഗം വേണ്ട, എനിക്ക് സ്വർഗത്തോട് താല്പര്യമില്ല, എനിക്ക് സ്വർഗമെന്ന് കേട്ടാൽ അലർജിയാണെന്ന് പറഞ്ഞു മാറി നിൽക്കുന്നവന് മാത്രമാണ് സ്വർഗത്തിലേക്ക് പോകാതെ ശിക്ഷിക്കപ്പെടുന്നവൻ എന്ന് മുത്തായ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോ നമ്മുടെയൊക്കെ മനസ്സിലൊരു സംശയമുണ്ടല്ലോ, ആരാണ് തമ്പുരാനെ സ്വർഗം വേണ്ടെന്ന് പറയുക? ആര് കേട്ടാലും മോഹിച്ചു പോകുന്ന വീടല്ലയോ? അസുഖങ്ങളില്ലാതെപ്പോഴും ആരോഗ്യമാ, അസുവാജുമൊത്തിയിട്ടെപ്പോഴും ഉല്ലാസമാ, കിളക്കേണ്ട പൂട്ടേണ്ട വെയിൽ കൊള്ളേണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ ചെയ്യേണ്ട. സ്വർഗത്തെക്കുറിച്ച് കേൾക്കുമ്പോ ഏതൊരാളും ആഗ്രഹിച്ചു പോകുന്ന വിശേഷണങ്ങളല്ലയോ? ഹൂറുൽ ഹിസാനവരെപ്പോഴും കൂടുണ്ടേ, താരാട്ടുപാടാൻ തോഴികൾ പലതുണ്ടേ, കൈമുട്ടുവാൻ ചില ദാസികൾ വരവുണ്ടേ, കടക്കണ്ണു കൊണ്ടൊരു നോട്ടവും ചെരിച്ചുണ്ടേ. സ്വർഗമെന്ന് കേൾക്കുമ്പോൾ ഏതു മനസ്സാണ് വെമ്പൽ കൊള്ളാത്തത്? സ്വഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, വമൻ യഅബാ, ഈ സ്വർഗമാരാണ് വേണ്ടെന്ന് പറയുക? ആരാണ് സ്വർഗത്തോട് അലർജി കാണിച്ചുകൊണ്ട് മാറി നിൽക്കുക? സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു, മന്നത്വാനി ഫഖദ് അത്വാ അല്ലാഹ്. എന്റെ ഒരു സുന്നത്ത് ജീവിതത്തിൽ കേട്ടാൽ അത് പാലിക്കുന്ന മനുഷ്യൻ സ്വർഗത്തിലേക്ക് അല്ലാഹു വിളിക്കുമ്പോൾ പോകുന്നവനാ. വമൻ നസാനി, എന്റെ ഒരു സുന്നത്ത് ഒരാൾ ഉപേക്ഷിച്ചാൽ ഫഖദ് അബാ, അവന് മക്കയിൽ ജനിച്ച് മദീനത്ത് മൃതിയടഞ്ഞ മുഹമ്മദ് എന്ന മനുഷ്യനെയല്ല ധിക്കരിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരു സുന്നത്തിനോട് എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് സ്വർഗത്തോട് താല്പര്യമില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരാം. പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോ വലതുകാല് വെച്ചുകൊണ്ടാണ് പ്രവേശിക്കേണ്ടത്. അതൊരു സുന്നത്തല്ലേ? പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ ഇടതുകാല് വെച്ചുകൊണ്ടാണ് ഇറങ്ങേണ്ടത്. അതൊരു സുന്നത്തല്ലേ? നഖം വെട്ടുമ്പോ ആദ്യം വലതു കൈയിന്റെ ചൂണ്ടുവിരലിൽ നിന്ന് തുടങ്ങിയിട്ട് നടുവിരല്, മോതിരവിരല്, ചെറുവിരല്, പിന്നെ വലത്തെ കൈയിന്റെ തള്ളവിരല്, പിന്നെ ചെറുവിരലിന്റെ ഇടത്തെ കൈയിന്റെ ചെറുവിരൽ മുതൽ ഇങ്ങോട്ട് തള്ളവിരൽ വിലെ, കാലിന്റെ നഖം വെട്ടുമ്പോ വലത്തെ കാലിലെ ചെറുവിരൽ മുതൽ തുടങ്ങിയിട്ട് ഇടത്തെ കാലിലെ ചെറുവിരലിലേക്ക് ചെന്നു മുട്ടുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സുന്നത്തായ കാര്യങ്ങൾ ഇങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചു തരുമ്പോ നമ്മൾ അതിനോടൊന്നും താല്പര്യമില്ലാതെ എന്ത് സുന്നത്ത്, ഞാൻ എനിക്ക് തോന്നിയതുപോലെ ചെയ്യുമെന്ന് പറഞ്ഞ് ജീവിച്ചാൽ അല്ലാഹുവിന്റെ റസൂലിന് ഒരു നഷ്ടവുമില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് യാതൊരു ഛേദവുമില്ല. എല്ലാ നഷ്ടവുമുള്ളത് നമുക്ക് തന്നെയാ. പള്ളിയിലേക്ക് കയറുമ്പോ വലതുകാല് വെച്ച് കയറുന്നത് കേൾക്കാൻ, ആ സുന്നത്തൊന്ന് പാലിക്കാൻ മനസ്സില്ലാതെ തോന്നുന്ന പോലെ കയറിപ്പോകുന്ന മനുഷ്യ ഫഖദ് അബാ, നീ വേണ്ടെന്ന് വെക്കുന്നത് സ്വർഗമാണ്, സ്വർഗമാണ് എന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. റസൂലുള്ളാഹിന്റെ സുന്നത്ത് പാലിച്ചാൽ സ്വർഗ്ഗം ഉറപ്പാ. അല്ലാഹു നമുക്ക് സ്വർഗ്ഗം തരട്ടെ. ആധുനിക ലോകത്ത് നമ്മൾ ഈ കാണുന്ന എല്ലാ പൊല്ലാപ്പുകൾക്കും കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പാലിക്കാൻ നമുക്ക് മനസ്സില്ലാത്തതാ. ഇപ്പൊ ജിഷയെ കുറിച്ച് നേരത്തെ ഇവിടെ ഒരു ഉസ്താദ് പറഞ്ഞു, പെരുമ്പാവൂരിൽ ദാരുണമായി കൊല ചെയ്യപ്പെട്ട ഒരു
താഴ്ന്ന വിഭാഗത്തിൽ പെട്ടു എന്ന് അവരുടെ മതക്കാർ തന്നെ പറയുന്ന ഒരു സഹോദരി. ഇസ്ലാമിൽ ഉയർച്ചയും താഴ്ചയൊന്നുമില്ലല്ലോ. നകൊയി ബന്ദരഹ നകൊയി ബന്ദനവാസ്, ആരും അടിമയോ ആരോ ഉടമയോ അല്ല, എല്ലാവരും നല്ല ജാതിക്കാരൻ എന്ന ഖുർആന്റെ ഭാഷ. അത് വേറെ കാര്യം. എന്നാലും പത്രങ്ങളിൽ വന്നത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. താഴ്ന്ന വിഭാഗക്കാരിയായ ഒരു പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടു. എല്ലാ രാഷ്ട്രീയ കക്ഷിക്കാരും ഇന്ന് അതിനെ അപലപിച്ചുകൊണ്ട് പ്രസ്താവനകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓർത്തുപോയി, പണ്ട് തിരുവിതാംകൂർ രാജാവ് ഒരു ലൈറ്റ് ഹൗസ് വെച്ചപ്പോ ഒരു കവി അവിടെ കടന്നു ചെന്നു അഭിപ്രായം ചോദിച്ചപ്പോ പറഞ്ഞു, ദീപസ്തംഭം മഹാശ്ചര്യം, എനിക്കും കിട്ടണം പണം. എങ്ങനെയുണ്ട് ലൈറ്റ് ഹൗസ് എന്ന് ചോദിച്ചപ്പോ ദീപസ്തംഭം മഹാശ്ചര്യം, എനിക്കും കിട്ടണം പണം എന്ന് പറഞ്ഞതുപോലെ കേന്ദ്ര നേതാക്കള്, സംസ്ഥാന നേതാക്കള്, ഇടതന്മാര്, വലതന്മാര്, സെന്ററിൽ നിൽക്കുന്നവര്, ഇർക്കിളി പാർട്ടിക്കാര്, ഇപ്പൊ എല്ലാവരും ആയില്ലേ, എല്ലാ വിഭാഗം ആളുകളും ചെന്നിട്ട് അപലപിക്കുക, പീഡനം വലിയ മോശമായി പോയി, ജിഷ കൊല്ലപ്പെട്ടത് മോശമായി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എനിക്കും കിട്ടണ 2 വോട്ട്. അല്ലാതെ ജിഷന്റെ കാര്യത്തില് യാതൊരു തീരുമാനം എടുക്കാൻ ഒരു പാർട്ടിക്കും യാതൊരു ഉത്സാഹവും ഇല്ല. ഇപ്പൊ എല്ലാവരുടെയും താല്പര്യം 2 വോട്ട് അധികം കിട്ടണം, ജയിക്കണം എന്നാണ്. അള്ളാഹു കൂടുതൽ വോട്ട് കിട്ടുന്ന സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുമാറാവട്ടെ. എന്നോട് കോട്ടയത്ത് പള്ളിയിൽ ജുമാ നിസ്കാരത്തിന്റെ സമയത്ത് ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാൻ വേണ്ടി സാധാരണ വരാറുണ്ട്. ആ കൂട്ടത്തിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരുപാട് സ്ഥാനാർത്ഥികൾ വിജയിക്കാൻ വേണ്ടി നോക്കുമ്പോ എല്ലാ ചിഹ്നക്കാരുണ്ട്. ഞാൻ ആകെ ബേജാറായി പോയി. അവസാനം ഞാൻ മുഅ്മിനീങ്ങളോട് പറഞ്ഞു, മുഅ്മിനീങ്ങളെ, ഈ പള്ളിയിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഉത്തരം കിട്ടുമെന്ന് വലിയ പ്രതീക്ഷയുണ്ടായത് കൊണ്ട് ഒരുപാട് സ്ഥാനാർത്ഥികൾ ഇവിടെ ദുആ കൊണ്ട് വസിയത്തുമായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ദുആ ചെയ്യണം, നിങ്ങൾ ആമീൻ പറയണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ദുആ ചെയ്തു. ഓരോ വാർഡിലും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന സ്ഥാനാർത്ഥി ആരാണോ അവരെ അള്ളാഹു താല വിജയിപ്പിക്കട്ടെ. അപ്പൊ ആളുകൾ കക്ഷിഭേദമൊക്കെ മറന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ആമീൻ എന്ന് പറഞ്ഞു. അതുപോലെ ഞാൻ ഇപ്പോഴും ദുആ ചെയ്യാം. സത്യം പറഞ്ഞാൽ ഈ പീഡനങ്ങളൊക്കെ അവസാനിക്കാനുള്ള വഴി അള്ളാന്റെ റസൂല് വളരെ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. വ്യഭിചാരം ഒഴിവാക്കുക, അതാണ് വഴി. ഇന്ന് എന്താണ് അവസ്ഥ? വ്യഭിചാരത്തെ ആരും ഒരു കാര്യമായി കാണുന്നില്ല. വ്യഭിചാരത്തോട് ആർക്കും അലർജിയുമില്ല. ഉള്ളുകൊണ്ട് ഒരവസരം കിട്ടിയാൽ ആവാമെന്ന് ആഗ്രഹിക്കുന്നവരും ചിന്തിക്കുന്നവരുമാണ് സമൂഹത്തിലെ മഹാഭൂരിഭാഗം ആളുകളും. പക്ഷെ അവരും പറയുന്നു പീഡനം പാടില്ല. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു, വ്യഭിചാരത്തോട് മനുഷ്യന്റെ മനസ്സിൽ ഒരു മടുപ്പുണ്ടാക്കുകയാണ്, വെറുപ്പുണ്ടാക്കുകയാണ്. പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ഒരു യുവാവ് വന്നുകൊണ്ട് ചോദിക്കുന്നില്ലയോ, എനിക്ക് വ്യഭിചരിക്കണം നബിയേ, ഗൾഫിൽ പോകാനുള്ള വിസ കിട്ടണമെന്നല്ല, ജോലി ശരിപ്പെടണമെന്നല്ല, ആള് തുടങ്ങാൻ മോഹമുണ്ടെന്നല്ല, എനിക്ക് വ്യഭിചരിക്കാൻ മോഹമുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മോഹമൊക്കെ കൊള്ളാം. നിന്റെ ഉമ്മയെ ഒരാൾ വ്യഭിചരിക്കുന്നത് നിനക്ക് ഇഷ്ടമാണോ? സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചപ്പോ ആ മനുഷ്യൻ പറഞ്ഞു, എന്റെ ഉമ്മയെ വ്യഭിചരിക്കുകയോ സമ്മതിക്കുകയില്ല നബിയേ, ലോകത്തൊരു തെമ്മാടിയെ ഞാൻ അതിന് സമ്മതിക്കുകയില്ല. റസൂല് പറഞ്ഞു, നല്ല മനുഷ്യനാണ് നീ. രണ്ടാമത് ചോദിച്ചു, നിന്റെ ഭാര്യയെ ഒരു രാത്രിക്ക് ഒരാൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ? അവൻ പറഞ്ഞു, എന്റെ ഭാര്യയെ വിട്ടുകൊടുക്കേ നെവർ, ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കൂല. സഹോദരിയാണെങ്കിലോ സഹോദരിയെ പറ്റൂല, മകളാണെങ്കിലോ മകളെയും പറ്റൂല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇതെന്ത് കഥയാണ്? ഈ ലോകത്ത് 4 പേര് മാത്രം ഡീസന്റ് ആയിട്ട് ജീവിക്കണം. നിന്റെ ഉമ്മ, ഉമ്മാനാരും തൊടാൻ പാടില്ല. നിന്റെ ഭാര്യ, ഭാര്യയാരും നോക്കാൻ പാടില്ല. നിന്റെ സഹോദരി, ആ സഹോദരിയോട് കിഞ്ചന വർത്തമാനം ആരും പറയാൻ പാടില്ല. നിന്റെ മകള്, ആ മകളോട് ആരും ശല്യം ചെയ്യാൻ പാടില്ല. ലോകത്ത് ആകെ ഡീസന്റ് ആയി ജീവിക്കേണ്ടത് 4 ആള്: നിന്റെ ഉമ്മ, ഭാര്യ, സഹോദരി, മകള്. ആ 4 പേരും ഡീസന്റ്. ബാക്കിയുള്ള കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളൊക്കെ നിനക്ക് വ്യഭിചാരത്തിന് വേണ്ടി നിൽക്കണം അല്ലേ? റസൂലുള്ളാഹിന്റെ ചോദ്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് ആകെ ഡീസന്റ് ഉള്ളത് 4 ആള്, നിന്റെ വേണ്ടപ്പെട്ട ആളുകൾ. ബാക്കിയുള്ള പെണ്ണുങ്ങളൊക്കെ നിനക്ക് തോന്നുമ്പോ വ്യഭിചാരത്തിന് വേണ്ടി നിൽക്കണം. എന്നാൽ എന്റെ ചെറുപ്പക്കാരാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു, യുവാവേ, ഈ ലോകത്തുള്ള ഏതു പെണ്ണും നീ ഈ പറഞ്ഞ 4 പേരെ പോലെയാ. നിന്നെ പോലെ ഏതെങ്കിലും ഒരു മകന്റെ ഉമ്മയാ, നിന്നെ പോലെ ഏതെങ്കിലും ഒരു ഭർത്താവിന്റെ ഭാര്യ,
നിന്നെ പോലെ ഒരു സഹോദരന്റെ പെങ്ങളാ, ഏറ്റവും ചുരുങ്ങിയത് നിന്നെ പോലെ ഒരു പിതാവിന്റെ പ്രിയപ്പെട്ട പുത്രിയാ. ആ ഒരു അവസ്ഥയിലല്ലാതെ ലോകത്തൊരു പെണ്ണും ജീവിക്കുന്നില്ല. നിന്റെ ഉമ്മയെ കുറിച്ച്, ഭാര്യയെ കുറിച്ച്, പെങ്ങളെ കുറിച്ച്, മകളെ കുറിച്ച് വിശുദ്ധമായ ഒരു സങ്കല്പം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അതേ സങ്കല്പമാണ് ലോകത്തുള്ള ഏത് പെണ്ണിനെ കുറിച്ചും അവരുടെ കൂട്ടുകാർക്കുള്ളത്, വീട്ടുകാർക്കുള്ളത്, വേണ്ടപ്പെട്ട പുരുഷന്മാർക്കുള്ളത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഉപദേശം കേട്ടപ്പോ ആ ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലുക്കല് വീണുകൊണ്ട് പറഞ്ഞു, അഫ്വനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എന്നോട് മാപ്പാക്കുക, അവിവേകമാണ് ഞാൻ പറഞ്ഞു പോയത്. എന്റെ മനസ്സിൽ നിന്ന് വ്യഭിചാരത്തിന്റെ ചിന്തയകലാൻ അങ്ങനെക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ നബൂവത്തിന്റെ കൈകൾ ആ ചെറുപ്പക്കാരന്റെ നെഞ്ചിൽ അമർത്തി വെച്ചു. എന്നിട്ടൊരു ദുആയങ്ങ് നടത്തി, അല്ലാഹുമ്മ തഹിർ ഖൽബഹു മിനൻ നിഫാഖ് വഹസ്നി ഫർജഹു മിനൽ ഫവാഹിഷ്. നബൂവത്തിന്റെ കൈകൾ ആ ചെറുപ്പക്കാരന്റെ നെഞ്ചിൽ ഇങ്ങനെ വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആ, അല്ലാഹുവേ ഈ ചെറുപ്പക്കാരന്റെ ഹൃദയത്തിൽ നിന്ന് കാപട്യം ഒഴിവാക്കണമേ, അവന്റെ ഗുഹ്യസ്ഥാനങ്ങളെ വ്യഭിചാരത്തിൽ നിന്ന് കാക്കേണമേ തമ്പുരാനെ. അതാണ് പീഡനം ഒഴിവാകാനുള്ള വഴി, വ്യഭിചാരത്തെ വെറുക്കുക എന്നുള്ളത്. ഇന്ന് എല്ലാവർക്കും എന്താ, സ്ത്രീകൾക്ക് അവരുടെ നഗ്നത പ്രദർശിപ്പിക്കണം, പരമാവധി ആകർഷകമായ ശബ്ദത്തിലും ശൈലിയിലും സംസാരിക്കണം എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തിന് അനുയോജ്യമായ ശൈലിയിൽ നടക്കണം. എന്നാലോ പീഡനം പാടില്ല. സ്ത്രീകളെ നോക്കാതിരിക്കണം, അവരുമായി അധികം ഇടപെടാതിരിക്കണം എന്ന ഇസ്ലാമിന്റെ മര്യാദ, പ്രവാചകന്റെ സുന്നത്ത് പാലിക്കാൻ പുരുഷന്മാർക്ക് വയ്യ. പക്ഷെ അവരും പറയുന്നു പീഡനം നടക്കാൻ പാടില്ല. ഇതെന്ത് കഥയാ? എല്ലാവർക്കും യുദ്ധം ചെയ്യാൻ മോഹമാ, പക്ഷേ കൊല്ലപ്പെടാൻ പാടില്ല, ചോര ചിന്താൻ പാടില്ല, പരിക്ക് പറ്റാൻ പാടില്ല. ഇത് നടക്കോ? പരിക്ക് പറ്റാനും കൊല്ലപ്പെടാനും ചോര ചിന്താനൊന്നും ആഗ്രഹമില്ലെങ്കിൽ യുദ്ധം ചെയ്യാനും മോഹിക്കരുത്. ഇത് വ്യഭിചാരം എല്ലാവരും ഉള്ളുകൊണ്ട് താല്പര്യപ്പെടുന്നു, പീഡനത്തെ നാവുകൊണ്ട് എല്ലാവരും പരസ്യമായി എതിർക്കുന്നു. ദുനിയാവിൽ എത്ര തെരഞ്ഞെടുപ്പ് വന്നാലും, ഏത് പാർട്ടി ജയിച്ചാലും, എല്ലാം ശരിയായാലും ഇത് ശരിയാവില്ല. എന്ത് ശരിയാവില്ല? ഈ പറഞ്ഞ പീഡനത്തിന്റെ കേസ് ശരിയാവില്ല. അത് ശരിയാവണമെന്നുണ്ടെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പോലെ നടക്കാൻ ആണും പെണ്ണും തയ്യാറാവണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എന്റെ പൊന്നു ചെറുപ്പക്കാരെ, നമ്മളൊക്കെ ജീവിതത്തിൽ എന്നും മൂത്രം ഒഴിക്കുന്നവരാ. അത് അള്ളാഹു തന്ന വലിയ അനുഗ്രഹമല്ലേ? അങ്ങനെ മൂത്രം ഒഴിച്ചോ മലമൂത്ര വിസർജനമൊക്കെ ചെയ്ത് ബാത്റൂമിൽ നിന്ന് പുറത്തു വരുമ്പോ ഒരു ദുആ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് ഒന്ന് ചൊല്ലിക്കൂടെ? اللهم طهر قلبي من النفاق وحسن فرجي من الفواحش. അല്ലാഹുവേ എന്റെ ഹൃദയത്തിൽ നിന്ന് വ്യഭിചാരത്തിന്റെ ചിന്ത നീ ഒഴിവാക്കി തരണമേ നാഥാ. കാപട്യം അകറ്റണേ അല്ലാഹ്. പുറമേക്ക് പീഡനത്തെ എതിർത്തുകൊണ്ട് ഉള്ളുകൊണ്ട് വ്യഭിചാരത്തെ സ്നേഹിക്കുന്ന എന്റെ മനസ്സ്, അതിൽ നിന്ന് എന്നെ ഒഴിവാക്കി തരണമേ അല്ലാഹ്. വഹസ്നി ഫർജി മിനൽ ഫവാഹിഷി. അല്ലാഹുവേ ഞാൻ എത്രയൊക്കെ ആഗ്രഹിച്ചാലും, ഞാൻ എന്തൊക്കെ അധ്വാനിച്ചാലും വ്യഭിചാരത്തിലേക്ക് എന്നെ നീ കൊണ്ട് പോകരുതേ നാഥാ. ഈ ദുആ ഓരോ ദിവസവും നമ്മൾ പതിവാക്കിയാൽ എന്റെ പ്രിയപ്പെട്ടവരെ പീഡനങ്ങൾ ഉണ്ടാവില്ല, വ്യഭിചാരത്തിന്റെ സാഹചര്യങ്ങൾ ഉണ്ടാവില്ല, വ്യഭിചരിക്കാനുള്ള മോഹം നമ്മുടെ മനസ്സിൽ വരൂല. അല്ലാഹു ഈ സുന്നത്ത് പാലിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതുപോലെ ഒരുപാട് സുന്നത്തുകളുണ്ട്. ഓരോ സുന്നത്തും നമ്മൾ നിസാലവൽക്കരിച്ച് ഉപേക്ഷിച്ചാൽ ഫഖദ് അബാ, നമ്മൾ സ്വർഗത്തെയാണ് ഉപേക്ഷിക്കുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ. ഞാൻ ചുരുക്കുന്നു, നിങ്ങൾക്കൊക്കെ ഇനിയുള്ള ദിവസങ്ങളിലും ഇതുപോലെ ഇരുന്ന് വാല് കേൾക്കാനുള്ളതാ. അതുകൊണ്ട് കൂടുതൽ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. ചെറിയൊരു ദുആയോടുകൂടെ നമുക്ക് തിരിച്ചു പോകാം. ഈമാനിന്റെ ആധാരമായ 3 കാര്യങ്ങളാ പറഞ്ഞത്. 1, ഹലാലായ അന്നം മാത്രം കഴിക്കുക. 2, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും
അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ആഗ്രഹിക്കുക. 3, ഏതൊരു വിഷയത്തിലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പരമാവധി പിൻപറ്റുക. ഈ 3 കാര്യങ്ങളും പാലിച്ച് നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ അല്ലാഹു തആല നമ്മെ തുണക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങളൊക്കെ വളരെ നല്ലവരാണ്, ഒരുപാട് സമ്പത്ത് ദീനിന് വേണ്ടി ചെലവഴിച്ചവരാ, അള്ളാഹുവിന്റെ ദീന് കേൾക്കാനും അതനുസരിക്കാനും തയ്യാറുള്ളവരാ. അതുകൊണ്ട് നിങ്ങളൊക്കെ എപ്പോഴും നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനകളിൽ സാധുവായ ഈ സഹോദരനെ കൂടി ഉൾപ്പെടുത്തണം എന്നുകൂടി വസിയത്ത് ചെയ്ത് ചെറിയൊരു ദുആയോടുകൂടെ നമുക്ക് പിരിയാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا وحبيبنا ومولانا محمد. റഹ്മാനായ രാജാതിരാജനായ തമ്പുരാനെ, നിനക്ക് വേണ്ടി ഒരു ഭവനം നിന്നെ ആരാധിക്കാൻ, നിന്റെ ദീന് പറയാൻ, മനസ്സിലാക്കാൻ ഒരു വലിയ പള്ളി ഇതാ ഈ നാട്ടിൽ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചു. പടച്ചവനെ നീ സ്വീകരിക്കണേ നാഥാ. അല്ലാഹുവേ, അതിനു വേണ്ടി സമ്പത്ത് നൽകിയവരാണ്, അതിനുവേണ്ടി അധ്വാനിച്ചവരാണ്, വിയർപ്പൊഴുക്കിയവരാണ്, ഒരുപാട് രാത്രികൾ ഉറക്കമില്ലാതെ ഊണില്ലാതെ പ്രയത്നിച്ചവരാണ്. ഇവിടെ ഈ ആമീൻ പറയുന്ന മുഅ്മിനീങ്ങള് മുഅ്മിനാത്തുകള് നീ സ്വീകരിക്കണമേ നാഥാ. അല്ലാഹുവേ, നിനക്ക് വേണ്ടി നിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് പള്ളി വെച്ചവർക്ക് നീ എന്തു പ്രതിഫലമാണോ കൊടുക്കുക, ആ പ്രതിഫലം മുഴുവനും ഞങ്ങൾക്ക് നൽകണമേ നാഥാ. പടച്ചവനെ, ജീവിതത്തിന്റെ ദുർബലമായ നിമിഷങ്ങളിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായ ഒരുപാട് ദോഷങ്ങൾ ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുണ്ട് നാഥാ. ഞങ്ങൾക്ക് പുറത്തു തരാൻ നീയല്ലാതെ ഒരു റബ്ബില്ലല്ലോ തമ്പുരാനെ. സാധുക്കളോട് പൊറുക്കണേ നാഥാ, സാധുക്കളോട് കരുണ കാണിക്കണേ നാഥാ, സാധുക്കൾക്ക് മാപ്പ് നൽകണേ നാഥാ. ഞങ്ങളുടെ ഉമ്മവാപ്പമാര്, ഉസ്താദുമാര്, മശായിഖുമാര്, ഞങ്ങളെ സ്നേഹിക്കുന്നവര്, ഭക്ഷണം നൽകുന്നവര്, സഹായിക്കുന്നവര്, അല്ലാഹുവേ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവര്, ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ലോക മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്ത്, ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സന്താനങ്ങള്, പേരക്കിടാങ്ങള്, എല്ലാവർക്കും പൊറുത്തു കൊടുക്കണേ നാഥാ. പടച്ചവനെ, ഞങ്ങൾക്ക് വളരെയേറെ വേണ്ടപ്പെട്ട പലരും ക്യാൻസർ വന്നവരുണ്ട്, കിഡ്നി പോയവരുണ്ട്, സ്ട്രോക്ക് ബാധിച്ചവരുണ്ട്. അല്ലാഹുവേ, പരിപൂർണ സലാമത്ത് കൊടുക്കണേ അല്ലാ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, വലിയ വലിയ അപകടങ്ങളിൽ നിന്ന്, ചെറുതും വലുതുമായ പരിക്കുകളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ദുർമരണങ്ങളിൽ നിന്ന്, പകർച്ചാവ്യാധികളിൽ നിന്ന് സാധുക്കളായ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ നാഥാ. രാപ്പകല് വ്യത്യാസമില്ലാതെ കരയിലൂടെ, കരടിലൂടെ, ആകാശമണ്ഡലങ്ങളിലൂടെ നിരന്തരമായി സഞ്ചരിക്കുന്നവരാണ് ഞങ്ങൾ. അല്ലാഹുവേ, നിന്റെ കാരുണ്യത്തിന്റെ ചിറകിൽ ഒതുക്കി വെക്കണേ നാഥാ. ഒരു നിമിഷം ശ്രദ്ധയൊന്നു പാളിയാൽ കത്തിക്കരിഞ്ഞ് ശവശരീരങ്ങളായി മാറിപ്പോയ, ചിതറിത്തെറിഞ്ഞ മാംസം കഷ്ണങ്ങളായി മാറിപ്പോയ എത്രയോ ദേഹങ്ങളെ കണ്ടവരാണ് ഞങ്ങൾ. ഞങ്ങളെ കാക്കണേ അല്ലാ, ഞങ്ങളുടെ ഓമന മക്കളെ കാക്കണേ അല്ലാ. പടച്ചവനെ, വ്യഭിചാരവും മദ്യപാനവും തട്ടിക്കൊണ്ടുപോകലും ഒക്കെ വല്ലാതെ വർദ്ധിച്ചു വന്ന കാലമാണ്. കവർച്ചകളിൽ നിന്ന്, സാഹിര്യങ്ങളിൽ നിന്ന്, വ്യഭിചാരത്തിൽ നിന്ന്, പീഡനങ്ങളിൽ നിന്ന്, മദ്യപാനത്തിൽ നിന്ന്, ചീട്ടുകളിൽ നിന്ന്, എല്ലാ ഹറാമുകളിൽ നിന്നും, അതിക്രമങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട മുഴുവൻ ആളുകളെയും മരണം വരെ കാത്തുരക്ഷിക്കണേ നാഥാ. നിന്റെ കാവലല്ലാതെ മറ്റൊരു കാവലില്ല തമ്പുരാനെ. അല്ലാഹുവേ, ഈ വിശുദ്ധമായ മജ്‌ലിസിന്റെ അവസാനം വരെ ഇവിടെ വന്നിരുന്ന ഒരാളെയും നിന്റെ കഅബ കാണാതെ മരിപ്പിക്കരുതേ നാഥാ.
മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ സിയാറകൾ ഒരുപാട് തവണ കുടുംബത്തോടൊപ്പം സാലിഹീങ്ങളോടൊപ്പം ചെയ്യാൻ തൗഫീഖ് നൽകണേ നാഥാ. ഈ വർഷം പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവിധ സൗകര്യങ്ങളോടെ അതിനുള്ള വഴിയൊരുക്കി കൊടുക്കണേ നാഥാ. പടച്ചവനെ, വിവാഹപ്രായമെത്തിയ യുവതീ യുവാക്കൾക്ക് അനുയോജ്യരായ വധൂവരന്മാരെ കൊടുക്കണമേ നാഥാ. മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ കൊടുക്കണമേ നാഥാ. ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണേ നാഥാ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ദുനിയാവിലും നാളെ ആഖിറത്തിലും കണ്ണിന് കുളിർമയുള്ള മക്കളാക്കണേ നാഥാ. പടച്ചവനെ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണമേ നാഥാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പുഞ്ചിരിയോടെ ഉറക്കെ ചൊല്ലി സ്വർഗ്ഗം കൊണ്ട് മരിപ്പിക്കണേ തമ്പുരാനെ. ഖബർ ഞങ്ങൾക്ക് വിശാലമാക്കി തരണമേ നാഥാ. ഈ മജ്ലിസ് അടക്കം ഞങ്ങൾ പങ്കെടുക്കുന്ന ഇൽമിന്റെ ഓരോ മജ്ലിസും നാളെ ഖബറിന്റെ കൂട്ടുകാരനാക്കി തരണമേ തമ്പുരാനെ. അർശിന്റെ തണലാക്കി തരണമേ നാഥാ. ഹബീബിന്റെ ഹൗദുൽ കൗസറും അവിടുത്തെ ശഫാഅത്തും സ്വർഗീയ സാമീപ്യവും ഞങ്ങൾക്ക് നൽകണേ നാഥാ. നരകമില്ലാതെ സ്വർഗം ഞങ്ങൾക്ക് മുജൂഹുബാക്കി തരണമേ അല്ലാ. പടച്ചവനെ, ഈ പള്ളി കെട്ടാൻ ശരീരം കൊണ്ട് അധ്വാനിച്ചവരുണ്ട്, സമ്പത്ത് കൊടുത്തവരുണ്ട്, മാനസികമായി ഇതിനെ പിന്തുണച്ചവരുണ്ട്. അല്ലാഹുവേ, ഈ വേദിയിലിരിക്കുന്നവർ, ഇതിനു വേണ്ടി സുവനീറിറക്കിയവർ, ഇതിന്റെ നിർമ്മാണ കമ്മിറ്റിയിലെ ആളുകൾ, ഇതിന്റെ പരിപാലന സമിതിയിലെ അംഗങ്ങൾ, ഇവിടെ സേവനം ചെയ്യുന്ന ഉസ്താദുമാർ, അവരെ സ്നേഹിക്കുന്ന ഈ മഹല്ല് ജമാഅത്തിലെ ആണുപെണ്ണുങ്ങൾ, അല്ലാഹുവേ, ഈ പള്ളി കാരണം ഈ നാടിനെ നീ അനുഗ്രഹിക്കണമേ നാഥാ. നിന്റെ അനുഗ്രഹത്തിന്റെ മഴ ഞങ്ങൾക്ക് നൽകണമേ നാഥാ. പടച്ചവനെ, കുടിവെള്ളമില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ആശ്വാസം നൽകണമേ നാഥാ. ഞങ്ങളെ നീ പരീക്ഷിക്കരുതേ തമ്പുരാനെ, തള്ളിക്കളയരുതേ നാഥാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله. السلام عليكم. നാളെ നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് പ്രമുഖ വാഗ്മിയും മതപണ്ഡിതനുമായ ബഹുമാനപ്പെട്ട ഷൗക്കത്ത് അലി മൗലവി വെള്ളമുണ്ട. സർവനാശം സമീപത്തോ എന്ന വിഷയത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നു. തുടർന്ന് കൂട്ടുപ്രാർത്ഥനക്ക് സയ്യിദ് കുടുംബത്തിലെ യുവ തങ്ങൾ മുഹമ്മദ് സഫ്വാൻ തങ്ങൾ എഴിമല നാളെ ഇവിടെ നടക്കുന്ന കൂട്ടുപ്രാർത്ഥനയിൽ നമ്മോട് ദുആ ചെയ്യുകയാണ്. മുഴുവൻ ആളുകളെയും നാളെ മഗ്രിബ് നമസ്കാരാനന്തരം നമ്മുടെ ത്വാഹ നഗരിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ മഹത്തായ പരിപാടി നമ്മോട് സംവദിച്ച ഉസ്താദ് മഹ്മൂൻ ഹുദവിക്കും ഇവിടെ സന്നിഹിതരായ മുഴുവൻ ആളുകൾക്കും സ്വാഗത സംഘത്തിന് വേണ്ടി നന്ദി അറിയിക്കുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.